എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പം നമ്മുടെ ആൾക്കാർ ഫൈറ്റ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യമായിട്ട് ഗോക്കു ആണെങ്കിൽ കിങ് ചാപ്പയോടൊപ്പം ഫൈറ്റ് ചെയ്യും. ചാപ്പയാണെങ്കിൽ അവളുടെ നഷ്ടപ്പെട്ടു പോയ ആ സൽപ്പേര് അത് വീണ്ടെടുക്കാനായിട്ട് ഗോക്കുവിനോട് ഫൈറ്റ് ചെയ്യും. പക്ഷെ ഗോക്കു ആണെങ്കിൽ ഞൊട്ടിയിടയിൽ ആളെ പുറകിൽ നിന്ന് കിക്ക് ചെയ്ത് തോൽപ്പിക്കുകയാണ്. അതിനുശേഷം ഹാൻസം ബോയ്, മൊട്ടപ്പൻ, മാർഷൽ ആർട്സ്മാൻ എന്നിങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് അവരുടെ ഓപ്പണൻസിനെ നിസ്സാരമായിട്ട് തോൽപ്പിക്കും. പിന്നീട് നമ്മുടെ കുഞ്ഞിപ്പയ്യൻ അവനാണെങ്കിൽ അവൻ്റെ ഫുൾ പവർ എടുത്ത് മുകളിലേക്ക് ഉയരും. അതിനുശേഷം അവൻ്റെ ഓപ്പണന്റിനെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും അടുത്ത നിമിഷം അവൻ പ്രതീക്ഷിക്കാത്തൊരു അറ്റാക്ക് അവൻ്റെ നേർക്ക് വരിക. ആ ഒരു അറ്റാക്കിൽ കുഞ്ഞിപ്പയ്യനാണെങ്കിൽ തെറിച്ചുപോയി അടിച്ചു വീഴും. അവനാണെങ്കിൽ ബോധമില്ല. മാർഷൽ ആർട്സ്മാൻ ആണെങ്കിൽ ഓടി വന്ന് അവനെ താങ്ങിയെടുക്കും. അതിനുശേഷം അവനെ അറ്റാക്ക് ചെയ്തവൻ അവൻ ആരാണെന്ന് നോക്കും. മറ്റാരുമല്ല, ലൂഫി ഇല്ലാതാക്കിയ ആ ഒരു മുടിയൻ. അവൻ വീണ്ടും ഇപ്പൊ തിരികെ എത്തിയിരിക്കുകയാണ്. അവനാണെങ്കിൽ ലൂഫിയെ വെല്ലുവിളിക്കും. നിന്നെ ഇല്ലാതാക്കാനും നിന്നെ തോൽപ്പിക്കാനുമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എനിക്ക് നൽകിയ സമ്മാനം അത് ഞാൻ തിരിച്ചു തരും. അതിനുശേഷം നിന്റെ ടീംമേറ്റ്സിനെ ഓരോരുത്തരെയായിട്ടും ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അവനങ്ങനെ ഹായി ആയിട്ട് നിൽക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പോൾ പുറത്ത് ജനങ്ങളെല്ലാവരും ആ മത്സരം കാണാനായിട്ട് അങ്ങനെ മുറവിളി കൂട്ടുകയാണ്. ഉടനെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകൾ അവർ ആ ജനങ്ങളെ രണ്ട് ഭാഗത്തേക്ക് മാറ്റി ഇപ്പോൾ പരിക്ക് പറ്റിയവരെ ഓരോരുത്തരെയായിട്ട് സ്ക്രച്ചസിൽ കിടത്തി ആംബുലൻസിലേക്ക് കൊണ്ടുപോവുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ അതുകൊണ്ട് ഷോക്കാവും. ഓ നോ, മാച്ച് അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയതല്ല എന്ന് പറയും. അവസാനമായിട്ട് കുഞ്ഞിപ്പയ്യനെ കണ്ട് നമ്മുടെ ആൾക്കാർ ഷോക്കാവുകയാണ്. അല്ലെങ്കിൽ കുഞ്ഞിപ്പയ്യനോടൊപ്പം പോവും. അവനെ കൊണ്ട് മിണ്ടാൻ പോലും കഴിയുന്നില്ല. ഉടനെ ലോഞ്ചും മുൽമയും അവനോടൊപ്പം നിൽക്കുകയാണ്. ആംബുലൻസ് ആണെങ്കിൽ അവിടുന്ന് കടന്നു പോകും. ഇവിടെ ായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് ആ മോൺസ്റ്ററാണ്. അവൻ്റെ കാലിൽ പിടിച്ച് എഴുന്നേക്കാൻ ശ്രമിച്ച അവൻ്റെ ഓപ്പണന്റിനെ അവൻ ചവിട്ടി തെറിപ്പിക്കും. അവൻ്റെ അറ്റാക്കും പവറും രൂപമൊക്കെ കണ്ട് അവിടെ മത്സരിക്കാൻ വന്ന ബാക്കിയുള്ളവരെല്ലാവരും ഭയപ്പെടുകയാണ്. അടുത്തതായിട്ട് വീണ്ടും ആ മാസ്ക് മാനും കപ്പട മീശക്കാരനും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായിട്ട് ഓടി അടുക്കും. കപ്പട മീശക്കാരനാണെങ്കിൽ മാസ്ക് മാനോട് പറയും, നീ എനിക്ക് ഒരു ഇരയല്ല, ഞാൻ സിമ്പിളായിട്ട് ഒറ്റയടിക്ക് തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ഓടി വരും. മാസ്ക് മാൻ ആണെങ്കിൽ അവൻ്റെ കൈ തട്ടി മാറ്റി കപ്പട മീശക്കാരനെ തൂക്കിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിയും. അവൻ തെറിച്ചുപോയി ചുമരിൽ ആഞ്ഞെട്ടിച്ച് താഴേക്ക് വീഴുകയാണ്. ആണെങ്കിൽ മാസ്ക് മാൻ വിജയിച്ചതായിട്ട് അനൗൺസ് ചെയ്യും. അതിൽ കൺട്രോൾ പോയ കപ്പട വീഴ്ചക്കാരനാണെങ്കിൽ ആ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ അതെടുത്ത് അവന് നേരെ വലിച്ചെറിയാണ്. ആണെങ്കിൽ അത് മിസ് ചെയ്യും. പക്ഷേ അത് നിലത്ത് വീണ് അവിടെ മുഴുവൻ പുക അത് സ്പ്രെഡ് ആവുകയാണ്. അതിൽ കലി ഇളകിയ നമ്മുടെ മാസ്ക് മാൻ ആണെങ്കിൽ ചാടി വന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ച കപ്പട മീശക്കാരന്റെ നിതംബം കടിച്ചു പറക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഗോക്കു ആണെങ്കിൽ ഇപ്പോൾ ഓരോരുത്തരെ തോൽപ്പിച്ച് ഈ ഫൈനലിലേക്ക് കടക്കും. അത് കണ്ട് ആ മോൺസ്റ്റർ അവൻ ടെററായിട്ട് ചിരിക്കുകയാണ്. പിന്നീട് മൊട്ടപ്പൻ, മാർഷൽ ആർട്സ് മാൻ, ഹാൻസം ബോയ് എന്നിങ്ങനെ ഓരോരുത്തരായി അവരുടെ ഓപ്പണൻസിനെ തോൽപ്പിച്ച് അവരും ഇപ്പൊ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. ഏറ്റവും അവസാനമായി ആ മോൺസ്റ്ററിനെ കാണിക്കും. അവനാണെങ്കിൽ ഒരുത്തനെ കൊന്നുകളഞ്ഞ് അവനും ഇപ്പോൾ സെമി ഫൈനലിലേക്ക് കയറി കഴിഞ്ഞു. പിന്നീടാണെങ്കിൽ ആ മുടിയനും അവൻ്റെ ഓപ്പണന്റിനെ തോൽപ്പിച്ച് സെമി ഫൈനലിലേക്ക് കയറും. ഗോക്കു ആണെങ്കിൽ അവനെ കാര്യമായിട്ട് ഒന്ന് അടിമുടി നോക്കും. നമ്മൾ കരുതും പോലെയല്ല, അവൻ വളരെ സീരിയസ് ആണ്. നമ്മളെ നശിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് അവനുള്ളത്. അതിനുശേഷം ആ നീലപ്പെണ്ണ് അവളുടെ ഓപ്പണൻസിനെ തോൽപ്പിച്ച് ഇപ്പോൾ സെമി ഫൈനലിൽ കയറിയിരിക്കുകയാണ്. ഗോക്കുവിനാണെങ്കിൽ ഇപ്പോൾ കുറേശ്ശെ അവളെ എവിടെയോ കണ്ടിട്ടുള്ളത് പോലൊക്കെ തോന്നുകയാണ്. അവസാനമായിട്ട് പേര് കൊടുത്തിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിനെ വിളിക്കുകയാണ്. ആളാണെങ്കിൽ ബാത്റൂമിൽ നിന്ന് ഓടി വരും. അതിനുശേഷം ആ മാസ്ക് മാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. റഫറി ആണെങ്കിൽ വിളിച്ചു പറയും, ആദ്യം നിങ്ങളുടെ സിബിട്, അതിനുശേഷം ഫൈറ്റ് ചെയ്യും. അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കും. ഉടനെ കണ്ണാടിക്കാരൻ അപ്പാപ്പനാണെങ്കിൽ നാണിച്ച് ആളുടെ സിബിടും. പിന്നീട് രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ ഓടി അടുക്കും. മാസ്ക് മാൻ ആണെങ്കിൽ പഞ്ച് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ കണ്ണാടി അപ്പാപ്പൻ താഴേക്ക് കുനിഞ്ഞ് തല മുകളിലേക്ക് ഉയർത്തും. തല വന്ന് മാസ്ക് മാന്റെ മുഖത്തിടിച്ച് അവൻ ഫ്ലാറ്റ് ആവുകയാണ്. എല്ലാവരും ഞെട്ടിച്ച് ആ പവർഫുൾ മാസ്ക് മാനെ തോൽപ്പിച്ച് ഇപ്പൊ ആ ഒരു കണ്ണാടി അപ്പാപ്പൻ ആള് ജയിക്കും. ഉടനെ പഴയ ആങ്കർ ആണെങ്കിൽ ഇപ്പൊ സെമി ഫൈനലിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട എല്ലാവരെയും ആളുടെ അടുത്തേക്ക് വിളിക്കുകയാണ്. ഓരോരുത്തരായിട്ട് ഇപ്പൊ ആളുടെ അടുത്തേക്ക് കടന്നു ചെല്ലും. ആളാണെങ്കിൽ സെമി ഫൈനലിനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ആ മാസ്ക് മാൻ അവൻ പതിയെ എഴുന്നേറ്റ് അവന്റെ മുഖത്തെ ആ മാസ്ക് മാറ്റും. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ഉണ്ടപ്പൻ. അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് കടിച്ച് അവനെ തോൽപ്പിച്ച ആ ഒരു കണ്ണാടി അപ്പാപ്പനെ നോക്കും. ഉണ്ടപ്പനാണെങ്കിൽ ടെൻഷനാവും. ഇതൊരു പൊട്ട മാച്ചാണ്, സത്യത്തിൽ അവൻ എന്നെ ചീറ്റ് ചെയ്താണ് ഇതിൽ ജയിച്ചത്. ഇതില് ഇനി ഞാൻ പങ്കെടുക്കില്ല, എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആണ് ഇതിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവന്റെ ഡ്രസ്സൊക്കെ അഴിച്ചു മാറ്റി ഇപ്പൊ അവന്റെ ഓൾഡ് കോസ്റ്റ്യൂം ഇടുകയാണ്. അതേസമയം ഇവരാണെങ്കിൽ സെമി ഫൈനൽ മത്സരിക്കാൻ പോകുന്ന എല്ലാവരുടെയും പേര് അത് ബോക്സിലിട്ട് അവർക്ക് ലോട്ട് എടുക്കാനായിട്ട് കൊടുക്കും. മൊട്ടപ്പനാണെങ്കിൽ ഇപ്പൊ അവൻ നോക്കി കൈവീശി കാണിക്കും. ഒരുപാട്
വർഷത്തിന് ശേഷം വീണ്ടും ഇപ്പോൾ നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണല്ലേ. അവനാണെങ്കിൽ അത് കേട്ട് ഷോക്ക് ആവുകയാണ്. ഓ നോ, നീ എന്ന് മരിച്ചു പോയതല്ലേ, നീ വീണ്ടും ഇവിടേക്ക് വന്നിരിക്കുകയാണോ, ഈ ഗോസ്റ്റ് ആണോ, ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ആങ്കർ ആണെങ്കിൽ ഇപ്പൊ മൊട്ടപ്പന്റെ കാലിൽ വീഴും. മൊട്ടപ്പനാണെങ്കിൽ ടെൻസ്ഡ് ആവും. ഓ നോ, ഞാൻ പ്രേതമൊന്നും അല്ല, നീ മാറി നിൽക്ക്, എനിക്ക് വീണ്ടും എന്റെ ജീവൻ തിരികെ കിട്ടി, അങ്ങനെയാണ് ഞാനിപ്പോൾ മത്സരിക്കാൻ വീണ്ടും ഇവിടേക്ക് എത്തിയത്. അത് കേൾക്കുമ്പോൾ അവന് ഭയങ്കരമായിട്ട് ആശ്വാസം. അതിനുശേഷം ഇപ്പോൾ സെമി ഫൈനലിൽ മത്സരിക്കാൻ പോകുന്നവർ അവരുടെ ലോട്ട്സ് എടുക്കുകയാണ്. ആങ്കർ ആണെങ്കിൽ ഓരോരുത്തർക്കും കിട്ടിയ നമ്പർ അനുസരിച്ച് മത്സരിക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കും. ഇവിടെ നമ്മുടെ മൊട്ടപ്പൻ അവനാണെങ്കിൽ ആ ലിസ്റ്റിൽ ആയിട്ട് മത്സരിക്കേണ്ട ആളുടെ പേര് വായിക്കും, ജൂനിയർ. ഈ ജൂനിയർ അതാരാണ് ചോദിക്കും. ഉടനെ ആങ്കർ ആ മോൺസ്റ്ററിനെ ചൂണ്ടിക്കാണിക്കും. അവനാണെങ്കിൽ അത് കണ്ട് ഞെട്ടും. ഇനി അടുത്തായിട്ട് നടക്കാൻ പോകുന്നത് സെമി ഫൈനൽ മത്സരമാണ്. അതിൽ ഫസ്റ്റ് മത്സരിക്കുന്നത് മാർഷൽ മാനും ആ മുടിയനുമാണ്. രണ്ടാമതായിട്ട് ഗോക്കുവും ആ ഒരു നീലപ്പെണ്ണും. അതിനുശേഷം മൊട്ടപ്പനും ആ മോൺസ്റ്ററും. അവസാനമായിട്ട് ആ ഒരു കണ്ണാടി അങ്കിളും നമ്മുടെ ഹാൻസം ബോയും അവരുമാണ് ഏറ്റുമുട്ടുക. ജനങ്ങളെല്ലാവരും സെമി ഫൈനൽ മത്സരം കാണാൻ ആകാംക്ഷയോട് കൂടെ ആ റിങ്ങിന് അങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇത്രയും കാലവും അല്ലെങ്കിൽ ഇത്രയും വർഷവും ഇല്ലാത്ത അത്രയും ജനങ്ങളാണ് ആ ഒരു മത്സരം കാണാൻ അവിടേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ സീൻ കട്ട് ചെയ്ത ബുൽമയും ലോഞ്ചും അവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ തിരികെ എത്തും. മാസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ കുഞ്ഞിപ്പയ്യന്റെ അവസ്ഥ ചോദിക്കും. അതിനവർ പറയും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, അവന് ബോഡിയിൽ ആഴത്തിലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അവൻ ഓക്കെയാണ്. അല്പസമയം കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ ഗോകും ടീമും അവിടേക്ക് വരും. അവരാണെങ്കിൽ നടന്ന ഫൈറ്റിന്റെ ഡീറ്റെയിൽസ് മാസ്റ്ററിനോട് പറയും. പയ്യനെ അറ്റാക്ക് ചെയ്തത് ആ മുടിയനാണ്, അവൻ വീണ്ടും തിരികെ വന്നു. മാസ്റ്റർ ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. ഗോകു ഓൾറെഡി അവനെ ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞതല്ലേ. അതിന് മൊട്ടപ്പം പറയും പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ അവൻ പകുതി ഒരു സൈബോർക്കാണ്, സൈബോർക്കായി മാറി അവൻ കുഞ്ഞിപ്പയ്യനെ അറ്റാക്ക് ചെയ്തു. അവനോട് നമ്മളോട് റിവെഞ്ച് ചെയ്യാനാണ് അവൻ ഇവിടേക്ക് വന്നത്. അതിന് മാസ്റ്റർ പറയും ഉറപ്പായാലും അവനെ വെറുതെ വിടാൻ പാടില്ല. ഗോകു ആണെങ്കിൽ തീർത്തു പറയും അവന്റെ ഫസ്റ്റ് മാച്ച് മാർഷൽ ആർട്സ് മാനുമായിട്ടാണ്. അദ്ദേഹത്തിന് മുൻപിൽ തീർച്ചയായിട്ടും ആ മുടിയൻ അവൻ തോൽക്കും. അപ്പോഴായിരിക്കും അവർക്ക് എല്ലാവർക്കും വമ്മ ട്വിസ്റ്റ് കൊടുത്ത് ആ ഒരു എൽഡർ ആളവിടേക്ക് കടന്നു വരിക. ഒരു കാരണവശാലും എന്റെ ബ്രദർ തോൽക്കില്ല, കാരണം ഞാനാണ് അവനെ തിരികെ പിടിച്ചത്, ഞാനാണ് അവന് ട്രെയിനിങ് കൊടുത്തത്, നിങ്ങളെപ്പോലെ ഒരു വിഡ്ഢിയായ മാസ്റ്റർ അല്ല ഞാൻ. അതിന് ബാക്കിയുള്ളവർ പറയും. അത് കേട്ട് മൊട്ടപ്പനാണെങ്കിൽ ടെൻഷനാവും. ഞങ്ങളുടെ മാസ്റ്റർ ഞങ്ങളെ ഒരു സ്ലേവിനെ പോലെയല്ല കൺസിഡർ ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ മക്കളെ പോലെയാണ്. സോ എല്ലാ കാര്യങ്ങളും സ്നേഹപൂർവ്വം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. റോഷിയാണെങ്കിൽ അടിച്ചു പറയും ഒരു കാരണവശാലും നിന്റെ ബ്രദറിന് ജയിക്കാനായിട്ട് കഴിയില്ല, ഓൾറെഡി ഒരുപാട് ട്രെയിനിങ് എടുത്ത് ഇപ്പൊ നല്ല പവർഫുൾ ആണെന്ന് പറയും. അതിൽ തീർത്തു പറയും നിങ്ങൾ എല്ലാവരും വെറും ഹ്യൂമൻ ബീയിങ് ആണ്, പക്ഷെ എന്റെ ബ്രദർ അവനൊരു സൈബോർക്കാണ്, നിങ്ങൾക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇവിടെ ഹാൻസം ബോയ്ക്കാണെങ്കിൽ അത് കേട്ട് സഹിക്കില്ല. അവൻ ആ എൽഡറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരുങ്ങും. ഗോകു ആണെങ്കിൽ ആളെ തടയുകയാണ്. അടുത്ത നിമിഷം സെമി ഫൈനൽ അത് ആരംഭിക്കാനുള്ള ആ ഒരു അനൗൺസ്മെന്റ് അത് കേൾക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ സ്റ്റേജ് ലക്ഷ്യമാക്കി പോവും. ഇവിടെ മാസ്റ്ററിനും ടീമിനും അവർക്കാണെങ്കിൽ ആ ഒരു മത്സരം കാണാനായിട്ട് കഴിയുന്നില്ല. കാരണം അവരിപ്പോൾ ഉള്ളത് ബൊൽമയാണെങ്കിൽ ഒരു ചെറിയ ഇലയെടുത്ത് ഇപ്പൊ ലോഞ്ചിന്റെ മൂക്കിൽ തട്ടും. അടുത്ത നിമിഷം അവൾ ആഞ്ഞു തുമ്മുകയാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് അതുപയോഗിച്ച് അവൾ അച്ചറും പൊച്ചറും വെടിവെച്ച് ജനങ്ങളെ ഭയപ്പെടുത്തി രണ്ട് ഭാഗത്തേക്ക് മാറ്റി അവരിപ്പോ മുൻപന്തിയിലേക്ക് പോവാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഗോകു അവനാണെങ്കിൽ മൊട്ടപ്പനും ഹാൻസം ബോയുമായിട്ട് അങ്ങനെ ഗോത ലക്ഷ്യമാക്കി നടന്നു പോവും. മൊട്ടപ്പനാണെങ്കിൽ ഗോകുവിനോട് ചോദിക്കും നീ എന്തുകൊണ്ടാണ് ആ എൽഡറിനെ അറ്റാക്ക് ചെയ്യാതിരുന്നത്, മാർഷൽ ആർട്സ് മാൻ ശരിക്കും ആ മുടിയനെ തോൽപ്പിക്കോ? അതിന് ഗോകു പറയും അദ്ദേഹം ഭയങ്കര പവർഫുൾ ആണ്, ഉറപ്പായിട്ടും അവനെ തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് പറ്റും. ഗോകു ആണെങ്കിൽ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞ് അവരുടെ മുൻപിലേക്ക് ആ സീഡ് നീട്ടും. ഇത് നിങ്ങൾ ഒരെണ്ണം കഴിക്കുകയാണെങ്കിൽ 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് വിശക്കില്ല. അത് കേട്ട് അവർ രണ്ടുപേരും ചിരിക്കുകയാണ്. അതിനുശേഷം പോക്കറ്റിൽ നിന്ന് അവരും അതേ സീഡ്സ് എടുത്ത് കാണിക്കും. ഗോകു ആണെങ്കിൽ അത് കണ്ട് ഞെട്ടും. മൊട്ടപ്പനാണെങ്കിൽ ഗോകുവിനോട് പറയും പിന്നാലെ ഞങ്ങളും ആ ടവറിന് മുകളിലേക്ക് വന്നിരുന്നു, നീണ്ട ഒരുപാട് കാലം ഞങ്ങൾ ക്യാറ്റുമായിട്ട് ട്രെയിൻ ചെയ്ത് ഈ പയറ് കഴിച്ചാണ് ഇപ്പൊ ഇത്രയും സ്ട്രോങ് ആയി മാറിയത്. അത് കേട്ട് ഗോകുവിന് ഒത്തിരി സന്തോഷം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ ആങ്കർ ആണെങ്കിൽ അനൗൺസ് ചെയ്യാനായിട്ട് തുടങ്ങും. മത്സരം അത് ആരംഭിക്കുകയാണ്. എല്ലാ ജനങ്ങളും ഇപ്പൊ വമ്പൻ ഒച്ചത്തിൽ ആരോ മുഴക്കുകയാണ്. ആദ്യമായിട്ട് മത്സരിക്കാനായിട്ട് ഇപ്പൊ മാർഷൽ ആർട്സ് മാനെയും ആ മുടിയനെയും വേദിയിലേക്ക് ക്ഷണിക്കും. ആ മുടിയനാണെങ്കിൽ ഇപ്പൊ മാർഷൽ ആർട്സ് മാനെ ഇൻസൾട്ട് ചെയ്യും. അതിൽ കലിയിളകിയ മാർഷൽ ആർട്സ് മാൻ പഞ്ച് ചെയ്യാനായിട്ട് റെഡി ആവുകയാണ്. ഉടനെ ഹാൻസം ബോയ് ആണെങ്കിൽ അവനെ തടയും. പിന്നീട് അവർ രണ്ടുപേരും മത്സരിക്കാനായിട്ട് ഗോതയിലേക്ക് കടന്നു വരും. ബെല്ലാണെങ്കിൽ വലിയ ശബ്ദത്തിൽ മുഴങ്ങും. മുടിയനും നമ്മുടെ മാർഷൽ ആർട്സ് മാനും അവർ രണ്ടുപേരും ആദ്യത്തെ മത്സരത്തിന് തയ്യാറാവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.